അല്ലാഹു ഈ സമൂഹത്തിന് ബോധം നൽകട്ടെ. സൗദി അറേബ്യയിലെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനുഭവം അരീഫി രേഖപ്പെടുത്തുന്നുണ്ട്. റോഡരികിൽ മരിച്ചു കിടക്കാൻ ഒരു കാർ കൊളീഷൻ നടന്നു. 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരു കാറിലെ ആള് ഇൻസ്റ്റന്റ്ലി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. തൊട്ടടുത്ത കാറിലേക്ക് ഓടിച്ചെല്ലുമ്പോ 2 ചെറുപ്പക്കാരുണ്ടതില്. 2 പേരും മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ റോഡ് സൈഡ് കടത്തി അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ സർവൈവ് ചെയ്യാൻ ഇവർക്ക് പറ്റൂല, അപ്പോഴേക്കും മരിക്കും ഉറപ്പാണ്. മുസ്ലിമീങ്ങളായ അല്ലാഹുവിനെ പേടിക്കുന്ന ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ 2 ചെറുപ്പക്കാരോടും പറഞ്ഞു, ഖൂലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ ചെറുപ്പക്കാരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ കലിമ ചൊല്ലി കൊടുക്കുകയാണ്. റോഡ് ആക്സിഡന്റിൽ മരിക്കാൻ പോകുമ്പോ എടുത്തു നടന്ന സംഭവം. പറയുന്നില്ല, മിണ്ടുന്നില്ല. 2 പേരും നിർബന്ധിച്ചു പറഞ്ഞു, ഒന്ന് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഖബറിലേക്കുള്ള യാത്രയിൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അത് ഈമാനുണ്ട് എന്നതിന്റെ പ്രകടമായ അടയാളമാണെന്നും അത് അവസാനം പറയാൻ ഭാഗ്യമുള്ളവർ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ചൊല്ലുന്നില്ല. പിന്നെ നാവ് കൊണ്ട് എന്തോന്ന് പറയാൻ തുടങ്ങി. ചെവി വെച്ചിങ്ങനെ നോക്കുമ്പോ എന്താണ് പറയുന്നതെന്നറിയുമോ? അറബിയിലെ സിനിമാ പാട്ടുകൾ. ഈജിപ്തുകാരൻ പടച്ചുവിടുന്ന, ഈജിപ്തിൽ ആണ് സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. അറബ് ലോകത്ത് ആദ്യം ഇസ്ലാമിക കൾച്ചറിൽ സിനിമ കൊണ്ടുവന്നവർ അവരാണ്. ആ പാട്ടുകൾ നാവിലൂടെ പാടാൻ തുടങ്ങുന്നുണ്ട്. ആ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് കലിമ ചൊല്ലുന്നില്ല. 2 ചെറുപ്പക്കാരും നാവിലൂടെ പാടിയത് സിനിമാ പാട്ട്. അത് പാടിയിട്ട് 2 പേരും മരിച്ചു. മരിക്കുന്ന നേരത്തെ അവരുടെ കാറിൽ പ്ലേ ചെയ്യുന്നതും ലൗഡ് മ്യൂസിക്കാണ്. പാട്ട് പാടിയിട്ടാണ് നടന്നത്. പാട്ട് കേട്ടിട്ടാണ് ആ യാത്ര പോയത്. അവിടെയാണ് ആക്സിഡന്റ് ആയത്. അവസാനം കേട്ടതെന്താണ്? പാട്ട്. മരിക്കുമ്പോ പറഞ്ഞതെന്താണ്? അതും പാട്ട്. എന്ത് പാട്ട്? അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖിന് ദുആ ചെയ്യുമ്പോ അത് നാവ് കൊണ്ട് ചൊല്ലി പ്രാക്ടീസ് ചെയ്തവർക്കേ നാളെ പറയാൻ പറ്റുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാത്തവര്, ദിക്റിന്റെ സദസ്സിൽ പോയി ഇരിക്കാത്തവര്, സ്വലാത്തിന്റെ മജ്ലിസിൽ പോയി ഇരിക്കാത്തവര്, അല്ലാഹുവിന് വേണ്ടി ഒറ്റക്കോ കൂട്ടത്തിലോ ഉണർച്ചയിലോ ജോലിക്കടയിലോ അല്ലാത്തപ്പോഴോ നടക്കുമ്പോഴോ യാത്രയിലോ കലിമ ചൊല്ലാത്തവര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന അല്ലാഹുവിന്റെ ദിക്റുകളോ ഖുർആനോ നാവ് കൊണ്ട് ഓതി പരിചയമില്ലാത്തവർക്ക് മരിക്കുന്ന നേരത്ത് ഇത് പറയാൻ കഴിയില്ല.